ഗൈസ്, നമ്മുടെ ഇത് ഹൽദീൻ്റെ വ്ളോഗാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് അടുത്തൊരു പ്ലാൻ ആയിരുന്നു ഹൽദി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ കുറച്ച് നമുക്ക് വേണ്ടപ്പെട്ടവരും കുറച്ച് നമ്മുടെ കസിൻസ്, അതായത് നമ്മൾ കുറച്ച് പേരെല്ലാവരും കുടിച്ച് മാത്രമാണ് ഈ ഹൽദി സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് അടുത്തൊരു പ്ലാൻ ആയിരുന്നു, നമുക്ക് ഈ ഹൽദിയും കാര്യങ്ങളൊന്നും വേണ്ടെന്നൊക്കെ വിചാരിച്ചാണ്. ബട്ട് പെട്ടെന്നൊരു ദിവസം നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് മഞ്ഞ കളർ ഇട്ട് ഇറങ്ങി. പക്ഷേ ചിലവരൊന്നും മഞ്ഞ കളർ ഇട്ടിടാൻ പറ്റിയില്ല, ബിക്കോസ് ഒരു കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ പെട്ടെന്നാണല്ലോ പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും മാക്സിമം പറ്റുന്ന എല്ലാവരും മറ്റേ എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ ഓൾറെഡി കുർത്തി പോലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇട്ടുണ്ടായിരുന്നത്. പിന്നെ പിള്ളേരൊക്കെ അവിടെ ഹൽദി കളറാക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ ഇർഫാനൊക്കെയാണ് ഇരിക്കേണ്ടത്, പക്ഷേ ഇർഫാനൊക്കെ അനിയനാണ് കേട്ടോ ആ മാറിയിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ കൂടി ഹൽദി കളറാക്കുകയാണ്. എല്ലാവരിനേക്കാളും അവരാണ് മുൻഗണന. പിന്നെ എല്ലാവരും കൂടി നല്ല അടിപൊളി കളറൊക്കെ ആയിരുന്നു. ഇവർ സീനാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹൽദി. അവിടെ നിന്ന് എല്ലാവരും റോങ് ആൻസർ ഓൺലിയൊക്കെ കളിച്ച് സൂപ്പർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ കുറേ നേരം ഹൽദി റോങ് ആൻസർ, പിന്നെ നമ്മുടെ മന്ത്രിയായിട്ട് നമ്മുടെ നിഹാൽ വന്നിരുന്നിട്ട് അവൻ്റെ അടുത്തൊക്കെ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അവരൊക്കെ അതിനുള്ള മറുപടിയും പറഞ്ഞ് അവിടെ കുറേ നേരം അവർ കളിച്ചുകൊണ്ടിരുന്നു. ഞാനും അത് കണ്ടുകൊണ്ട് വീഡിയോ ഒക്കെ ഇടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കുറേ ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളിലൊന്നും. കാരണം അവർ കുറേ നേരം ഇരുന്ന് കളിച്ചാൽ നമ്മുടെ ഹൽദി എന്നൊക്കെ പറയാൻ കളറാക്കുന്ന പിള്ളേരെല്ലാവരും കൂടി സൂപ്പറായി കളറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ കൊല്ലുന്നതാണ് അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എന്നെ കൊല്ലും. അതുകൊണ്ട് ഈ വീഡിയോയിൽ മാക്സിമം പിള്ളേരും കാര്യങ്ങളും ഞങ്ങളും എല്ലാവരും ഒക്കെ ആയിരിക്കും. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്തിനു ചെയ്തത്, ലാസ്റ്റ് ഒരു കലാശക്കൊട്ട് അത് സീനാണ് കേട്ടോ. പിള്ളേരെല്ലാവരും ഹാപ്പിയാണ് നമ്മളെ ഹൽദിക്ക് ആയതുകൊണ്ട്. പിന്നെ നമ്മളിത് മൈലാഞ്ചിൻ്റെ തലേന്നായിരുന്നു പെട്ടെന്ന് പ്ലാൻ ചെയ്തത്. നമുക്ക് ഈ ഹൽദി ഒന്നും വേണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു. ബാക്കി ബ്രൈറ്റ് ടു ബി ആരെയൊക്കെ നമ്മൾ ഒരാഴ്ചയ്ക്ക് മുന്നേ എടുത്തു വെച്ചതായിരുന്നു. പിന്നെ എല്ലാവരും അതിൻ്റെ ഇടയിലുള്ള തിരക്കായിരുന്നു. നമ്മളിതൊക്കെ ചെയ്യുന്നത് രാത്രി 11 മണി 12 മണി വരെയാണ് കേട്ടോ. അവിടെ നമ്മൾ റിങ്സൊക്കെ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. കാരണം നമ്മൾ വരാൻ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീടെത്തുമ്പോൾ നോക്കണ്ടല്ലോ 3 മണി 4 മണി അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വീടെത്താൻ 2 മണിയായിരുന്നു. പിന്നെ കടക്കാനൊക്കെ ഒരു 3 മണിയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണപ്പെട്ടൊക്കെ അവിടെ നിന്ന് ചിരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫൈനലി ഇർഫാനൊക്കെ കൊണ്ടൊക്കെ ഇരുത്തി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിനിടയിൽ എനിക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ പറ്റുന്ന എല്ലാം മാക്സിമം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 3 ആളാണ് കേട്ടോ ഇവൻ്റെ ഗ്യാങ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും കൂടി സീനാക്കി ഫോട്ടോ ഒക്കെ എടുത്തതൊക്കെ നല്ലതാണോ എന്നൊക്കെ നോക്കി നമ്മൾ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്ന് കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ എല്ലാവരും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് കാരണം നമ്മൾ പിള്ളേരുടെ മാത്രമാണല്ലോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ കല്യാണ വീടാകുമ്പോൾ എല്ലാവർക്കും അറിയാം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ റയാൻ സൂപ്പറായിട്ട് ചേച്ചി നിൽക്കട്ടെ. മഞ്ഞയൊക്കെ നമ്മൾ ഒപ്പിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ കല്യാണ വീട്. നല്ല രസമുണ്ട് കാണാൻ. എനിക്കിത് ഏറ്റവും പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഞാനും കുറച്ച് നേരം പുറത്തു നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. കാരണം നമുക്ക് വീഡിയോ എല്ലാവരും അതിൻ്റേതായിട്ടുള്ള തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു. പിന്നെ ഞാൻ അഫറും കൂടി സമയം നോക്കുമ്പോഴാണ് 12 മണി. ഇനിയും ആരും ഒന്നും സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീടെത്തുമ്പോൾ 2 മണി. അത് കഴിഞ്ഞ് നമ്മൾ കടന്നൊക്കെ 3 മണി അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോഴും അതിൻ്റെ തിരക്കാണ്. അതിനെ കാണിച്ചത് 12 മണിയായിട്ട് ഞങ്ങൾ ഇനി ഉറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ ഹൽദി പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയതുകൊണ്ട് അച്ചുവാണ് എനിക്ക് ഈ ക്ലിപ്പൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ അച്ചു സൂപ്പറായിട്ട് എനിക്ക് എല്ലാ ക്ലിപ്പ് എടുത്തു തന്നു. കാരണം ഞാൻ മാത്രമല്ലല്ലോ ഹൽദി എന്നൊക്കെ പറയാം. പിന്നെ നമ്മുടെ ഈ മുഖക്ക് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ മഞ്ഞൾ തേക്കല്ലോ അതാണ്. പിന്നെ റിൻസേക്കാൻ്റെ മുഖത്തും എല്ലാവരും തേച്ച് ഇർഫാനക്കാൻ്റെ മുഖത്തൊക്കെ സെറ്റ് വൈബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടി കുറേ നേരം ഒരു പരിപാടിയൊക്കെ ചെയ്തു. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കൊട്ടും കാര്യങ്ങളും. ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ കലാശക്കൊട്ട് അത് നിർബന്ധമാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് 2 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരു 1:30 ഇറങ്ങിക്കഴിഞ്ഞാൽ വീടെത്തുമ്പോൾ 2 മണിയായി. പിന്നെ നമ്മൾ വീടെത്തി വേഗം പോയി കടന്നുറങ്ങാന്നൊക്കെ വിചാരിച്ചു. കാരണം നാളെ ഇനിയിപ്പോൾ എണീക്കണം ഈ സെയിം റൂട്ടീൻ തന്നെ. പിന്നെ ഇത് നമ്മൾ എഴുതുന്നത് മൈലാഞ്ചിക്കാണ് കേട്ടോ. ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ മൈലാഞ്ചിയായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട. നമ്മുടെ കല്യാണ വീഡിയോ റിസപ്ഷൻ വീഡിയോ മൈലാഞ്ചിനൊക്കെ വരുന്നത്. അപ്പോൾ ഓക്കെ, സ്റ്റേ ട്യൂൺ.